ദുരന്തഭൂമിയായി നേപ്പാൾ ടിബറ്റ് അതിർത്തി. ഭൂകമ്പത്തിൽ മരണം 126. 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 188 പേർക്കാണ് പരിക്കേറ്റത്. 1000-ലേറെ വീടുകൾ തകർന്നു. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. നേപ്പാൾ ടിബറ്റ് അതിർത്തിയായ സിഗാസെ പ്രദേശത്ത് ഇന്നലെ പുലർച്ചെ 6:35 ആദ്യ ഭൂകമ്പമുണ്ടായത്. 7 4.7, 7.7 4.9 തീവ്രതയിലും തുടർ ചലനങ്ങളുണ്ടായി. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ലോപുച്ചയിൽ നിന്നും 93 കിലോമീറ്റർ വടക്കുകിഴക്കാണ് പ്രഭവ കേന്ദ്രം. ടിബറ്റൻ ബുദ്ധമതത്തിലെ പ്രധാനിയായ പഞ്ചൻ ലാമയുടെ ആസ്ഥാന കേന്ദ്രമാണ് സിഗാസെ. ഈ പ്രദേശത്ത് 27 ഗ്രാമങ്ങളുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു. നേപ്പാളിൽ 2005-ലുണ്ടായ ഭൂകമ്പത്തിൽ 10,000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2015-ൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 9,000-ഓളം പേരാണ് മരണപ്പെട്ടത്. ബീഹാർ, ആസാം, ബംഗാൾ തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനമുണ്ടായി. നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാട്ന, കതിഹാർ, പൂർണിയ, ഷിയോഹർ, ദർഭംഗ, സമസ്തിപൂർ എന്നിവിടങ്ങളിൽ ജനം കെട്ടിടങ്ങളിൽ നിന്നിറങ്ങിയോടി. ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങളിലും ഭൂചലനമുണ്ടായി. ടിബറ്റിലെ ലാസ പ്രദേശത്തെ വിള്ളലാണ് ഭൂകമ്പത്തിന് കാരണമായതെന്നാണ് പഠന റിപ്പോർട്ടുകൾ. ടെക്ടോണിക് മേഖലയായ ഇവിടം സമ്മർദ്ദവും ഏറെയാണ്. 60 ദശലക്ഷം വർഷങ്ങളായി ഹിമാലയത്തെ രൂപപ്പെടുത്തുന്ന ഇന്ത്യൻ യുറേഷ്യൻ ടെക്ടോണിക് ഫലങ്ങളുടെ തുടർച്ചയായ കൂട്ടിയിടി കാരണമാണ് ഈ പ്രദേശം ഭൂകമ്പത്തിന്റെ ഹോട്ട്സ്പോട്ടാകുന്നത്.